ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ രാജ്യത്തിലിപ്പോൾ വളരെയധികം കലുഷിതമായ ചില സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമാധാനപരമായ ചർച്ചയിലൂടെ എല്ലാം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് വേറൊരു കാര്യം സംസാരിക്കുന്നതിനാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സാധനം കാണിക്കുന്നതിനാണ്. ഇതാണ് ആ സാധനം. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമോ? ഇത് ഒരു കഷ്ണം ക്യാബേജാണ്. കണ്ടല്ലോ എല്ലാവരും, നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന ക്യാബേജാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കും, എന്താണ് ഇയാളെന്ന് ഈ ക്യാബേജുമായിട്ട് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ഈ ക്യാബേജിനെ പറ്റി ഞാൻ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില ആശയങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ എഴുതണം. ആ തെറ്റ് തിരുത്താൻ എനിക്കും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അഥവാ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ മിത്രാവിഷൻ 73 എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സഹായിക്കണേ എന്ന അഭ്യർത്ഥനയോടുകൂടെ നമ്മുടെ ക്യാബേജ് ചേട്ടനിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ഈ ക്യാബേജിൻ്റെ ഷേപ്പ് അറിയാമായിരിക്കുമല്ലോ. ഒരു തണ്ടാണ്. ഈ തണ്ടിൽ ഗോളാകൃതിയിൽ ഇലകൾ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ ക്യാബേജിൻ്റെ ഷേപ്പ്. എല്ലാവർക്കും അറിയാം നമ്മുടെ ക്യാബേജ്. ഓക്കെ, അപ്പോൾ ഈ ക്യാബേജിൻ്റെ ശാസ്ത്രീയമായ പേര്, അല്ലെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ബ്രാസിക്ക ഒലറേസി എന്നതാണ്. ഇത് ഏതാണ്ട് 4000 വർഷം മുമ്പ് മുതൽ തന്നെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് കൃഷി ചെയ്തിരുന്നു എന്നാണ് ഇത് പറയുന്നത്. മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് ഉണ്ടായിരുന്ന കാട്ടുചെടി എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ക്യാബേജ് രൂപം കൊണ്ടതെന്നാണ് ചരിത്രം പറയുന്നത്. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് റോമാക്കാരും ഗ്രീക്കുകാരും ഇത് വളരെയധികമായി ക്യാബേജ് ഉപയോഗിച്ചിരുന്നു എന്നാണ്. കറ്റതെ എഴുതോ എന്ന് പറയുന്ന ഒരു റോമാക്കാരനാണ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത് ഈ ക്യാബേജിന് ചില ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇങ്ങനെ ലോകത്തോട് പറഞ്ഞു. പലരും അത് ഉപയോഗിച്ചു. പല അനുഭവങ്ങളിലൂടെ അവർക്ക് മനസ്സിലായി ക്യാബേജിന് ചില ഗുണങ്ങളുണ്ട്. അങ്ങനെ ഞാനും വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ചില ഗുണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചക്കറി എന്ന് പറയുമ്പോൾ ഇത് വളരെ വില കുറച്ച് കിട്ടുന്നതാണെങ്കിൽ അല്പം മാന്യനായ ഒരു പച്ചക്കറിയാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ഡയബറ്റിക് പേഷ്യൻസിനാണ്. ഡയബറ്റിക് പേഷ്യൻസിന് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഇത് കൂടുതലായി ഉപയോഗപ്പെടുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം ഇതിൽ ഒത്തിരി നാരുകളുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കലോറി കുറഞ്ഞ ഒരു പച്ചക്കറിയാണ്. വേറെ ഒരു കാര്യം, നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനുള്ള ചില ധാതു ലവണങ്ങളൊക്കെ ഈ ക്യാബേജിനകത്തുള്ളത് കൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ മെച്ചപ്പെട്ട ഒരു പച്ചക്കറിയായിട്ട് ഈ ക്യാബേജ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോളുള്ള ഇതിനകത്ത് ഫൈബറും ഒത്തിരി ഫാറ്റി സ്റ്റിറോയിഡ്സും ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ ഈ ക്യാബേജ് കുറയ്ക്കുന്നു. ക്യാബേജിലുള്ള ധാതുക്കൾ കുറയ്ക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് ക്യാബേജ് ഉത്തമമായ ഒരു ആഹാരമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ക്യാബേജിലുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മുറിവോ എന്തെങ്കിലും ഉണ്ടായി ചെറിയ വീക്കമോ നീറ്റലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ക്യാബേജിന് അത് ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ചെറിയ കഴിവ് ഇതിനകത്തുണ്ട്. ആയുർവേദം പറയുന്നത് മുലയൂട്ടുന്ന അമ്മമാർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ബ്രസ്റ്റിലോ ചെറിയ നീറ്റലോ മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ക്യാബേജിന് ഒരു പ്രത്യേകമായ രീതിയിൽ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിനെ നീറ്റലൊക്കെ മാറും എന്നാണ് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നവർ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അടുത്തതായിട്ട് ക്യാബേജിനുള്ള വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട് ഹൃദ്രോഗികൾക്ക് ഇത് നല്ല ഒരു ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുവാൻ പറ്റുന്ന നല്ല ഒരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും പക്ഷാഘാതത്തിന് ഉള്ള സാധ്യതകൾ കുറയ്ക്കുന്നതിനും ക്യാബേജ് ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ എടുത്തു പറയുന്ന വേറൊരു കാര്യം, ഇപ്പോൾ നമ്മളെല്ലാവരും ഡയറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് കിടന്ന് നെട്ടോട്ടം ഓടുന്ന ഒരു കാലമാണ്. എല്ലാവരും ജിമ്മിൽ പോകുന്നു, അവിടെ പോകുന്നു, രാവിലെ മുതൽ നടക്കുന്നു.
ഇങ്ങനെ വളരെയധികം വ്യാകുലരായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നടക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഹാരത്തിൽ കൂടുതലും ക്യാബേജ് പച്ചയായിട്ടോ ആവിയിൽ വേവിച്ചതോ ആയ ക്യാബേജ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ ഒത്തിരി കുറയ്ക്കുന്നതിന് ക്യാബേജിന് ഉള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നതിനുള്ള ഒരു വഴിയാണ് ക്യാബേജ്. അതുപോലെ തന്നെ ക്യാബേജ് കൂടുതലായി കഴിക്കുമ്പോൾ ഒത്തിരി നാരുകളുള്ളത് കൊണ്ട് നമ്മുടെ ദഹനം നന്നായി നടക്കുന്നു. അതായത് നമ്മുടെ ഡിജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് ക്യാബേജ് ഉപയോഗിക്കുന്നു. നല്ല ക്യാബേജ് നമ്മളെ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള പല രോഗങ്ങൾക്കും ഉത്തമമായ ഒരു പരിഹാരം എന്ന് ഈ ക്യാബേജിനകത്തുള്ള പല ധാതു ലവണങ്ങളും സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിനായാലും നന്മയുമുണ്ട് തിന്മയുമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ക്യാബേജിനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ദൂഷ്യഫലങ്ങളുണ്ട്. അതായത് എല്ലാവരും ക്യാബേജ് ഉപയോഗിക്കാമോ ഇല്ലയോ, ചില ആൾക്കാർ ക്യാബേജ് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർ ക്യാബേജിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് ഇത് നിയന്ത്രിക്കുന്നതിനുള്ള ധാതുക്കൾ ഇതിനകത്തുള്ളത് കൊണ്ട് സർജറി നിശ്ചയിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ സർജറി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളവർ ഒരു 2 ആഴ്ച മുമ്പ് മുതൽ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ മലയാളികളിപ്പം വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ പുറം രാജ്യക്കാർ ക്യാബേജ് വളരെ കൂടുതലായി ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന 2 തരത്തിലുള്ള ക്യാബേജുണ്ട്. ഒന്ന് പച്ച കളറിലുള്ളതുകൊണ്ട് ഒരു പർപ്പിൾ കളറുണ്ട്. ഏതായാലും നമ്മൾ വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ അമിതമായ ഉപയോഗം പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഇതിനെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയാൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും, ചിലർക്ക് വയറിളക്കം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ രാത്രിയുള്ള ആഹാരത്തിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ പച്ചക്കറി കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നും, വില കുറച്ച് കിട്ടുന്നതായിരിക്കും, വലിയൊരു ക്യാബേജ് ആയിരിക്കും വളരെ തുച്ഛമായ പൈസയ്ക്ക് കിട്ടുന്നത്. പക്ഷേ അതിനകത്ത് ഒത്തിരി നല്ല വശങ്ങളുമുണ്ട്, നല്ല കാര്യങ്ങൾ, നമുക്ക് ഉപയോഗപ്രദമായ നല്ല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാബേജ് ചേട്ടൻ നമ്മൾ വിചാരിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ഒരാളാണ്, നമ്മുടെ കേമനായ ഒരു പച്ചക്കറിയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും നമ്മുടെ ആഹാരത്തിൽ ക്യാബേജിനെ ഉൾപ്പെടുത്തണം. പക്ഷേ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അപ്പാടെ ഉപയോഗിക്കാതെ നല്ലതുപോലെ കഴുകി നന്നായിട്ട് എല്ലാം വൃത്തിയാക്കി അതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവൂ. നല്ല രീതിയിൽ ആഹാരം പാകം ചെയ്തൊക്കെ നല്ല രീതിയിൽ ഇതിനെ നമ്മൾ കഴിക്കുക. പച്ചയായിട്ടോ ആവിയിൽ വേവിച്ചോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഏതാണോ നമുക്ക് ഇഷ്ടമായ രീതിയിലൊക്കെ എല്ലാവരും കഴിച്ച് നല്ല ആരോഗ്യം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ആഹാരമൊക്കെ കഴിച്ച് നല്ലതുപോലെ പച്ചക്കറിയൊക്കെ കൂടുതൽ നമ്മുടെ അരി ആഹാരമൊക്കെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പച്ചക്കറി കഴിക്കണമെന്നതാണ് ഇപ്പോഴൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഹാര രീതി എന്ന് ആണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ സന്തോഷവാന്മാരായിരിക്കുക, സന്തോഷവതികളുമായിരിക്കുക. അപ്പം വേറൊരു ആശയമായി നമുക്ക് പിന്നെ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക. അടുത്തൊരു ആശയമായി നമുക്ക് ഉടനെ എത്താം. ഓക്കെ, ബൈ.